സുഹൃത്തുക്കളെ, കന്യാസ്ത്രീകൾ മോചിതരായി ജാമ്യം കിട്ടി, വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്, ആരാണ് ജാമ്യം കിട്ടാൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന ഒരു വിവാദം ഇവിടെ നടന്നു വരികയാണ്. ഞങ്ങളാണ് ജാമ്യം വാങ്ങിക്കൊടുത്തത് എന്ന് അറസ്റ്റ് ചെയ്ത BJP സർക്കാരിൻ്റെ ആളുകൾ തന്നെ അവകാശപ്പെടുന്നു. മറ്റു പലരും, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവകാശവാദം ഉന്നയിക്കുന്നു. എന്തായിരുന്നാലും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ തൊഴിലാണെങ്കിൽ ജാമ്യം കൊടുക്കുക എന്നുള്ളത് കോടതിയുടെ തൊഴിലാണ്. അപ്പോൾ കോടതി ചെയ്യേണ്ട ഒരു ധർമ്മമാണ് ജാമ്യം കൊടുക്കുക എന്നുള്ളത്. ജാമ്യമാണ് നിയമം, ജാമ്യം നിഷേധിക്കലല്ല. അപ്പോൾ ജാമ്യം കൊടുക്കാൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നാണ് കോടതി നിയമം. അതാണ് മജിസ്ട്രേറ്റുമാർ സാധാരണയായിട്ട് നിർവഹിച്ചു വരുന്നത്. അതുപോലെ ഈ കേസിലും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ കേസ് വളരെ കനപ്പെട്ടതാണെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് BJPയുടെ നേതാക്കളെല്ലാം കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ട് ജാമ്യം കിട്ടണമെന്ന് പറയുന്നു. ജാമ്യം ലഭിക്കാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കാമെന്ന് അമിത്ഷാ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് വൈകിയാണെങ്കിലും 9 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നുവെങ്കിലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ഇതിൽ വിചിത്രമായ ഒരു വസ്തുത, അമിത്ഷാ പറഞ്ഞിട്ടാണ് ജാമ്യം ലഭിച്ചത് എന്ന് ഒരു പള്ളിയിലച്ഛനും പറയുന്നു. അതുപോലെ തന്നെ BJPയുടെ നേതാക്കളും ഒരുപോലെ അവകാശപ്പെടുന്നു. അപ്പോൾ ഒരു സുപ്രധാനമായ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. അതാരും ശ്രദ്ധിക്കുകയില്ല എന്ന് നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ കരുതരുത് എന്നാണ് പറയാനുള്ളത്. അതായത് ഇവിടെ കോടതിയും പോലീസും ഒക്കെ എന്തിനാണ്? അവരാണോ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും അവർക്ക് ജയിലിൽ പോകണമോ അതോ ജാമ്യം കൊടുത്ത് പുറത്തു വിടണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്? അതിനാണല്ലോ നാം കോടതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതിനപ്പുറം രാഷ്ട്രീയക്കാർക്ക് അതിൽ കൈകടത്താൻ പാടില്ല. എന്നാൽ ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അവകാശപ്പെടുകയാണ്, ഞങ്ങളാണ് ജാമ്യം വാങ്ങിക്കൊടുത്തത് എന്ന്. കേരളത്തിലെ മലയാളിയായ പരപ്പനങ്ങാടി സ്വദേശി സക്കരിയ അടക്കം നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. 16 വർഷമായി ജയിലിൽ കഴിയുന്നു. ആ സക്കരിയെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 20,000-ഓളം വിചാരണ തടവുകാർക്ക് ജാമ്യം ലഭിക്കാത്തത് അപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുകൊണ്ടായിരിക്കും. ഇവിടെ പെട്ടെന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ആഭ്യന്തരമന്ത്രി പറഞ്ഞതുകൊണ്ടാണെങ്കിൽ, അവർ കുറ്റവാളികളല്ലെങ്കിൽ, ഒരു സംശയത്തിന് പുറത്ത് അറസ്റ്റ് ചെയ്തതാണെങ്കിൽ, അതെല്ലാം തീരുമാനിക്കാനാണല്ലോ ഇവിടെ കോടതികളുള്ളത്. അപ്പോൾ ഈ കോടതികൾ അപ്രസക്തമാവുകയാണ്. ഈ വിഷയത്തിലുള്ള മറ്റൊരു സുപ്രധാന പോയിന്റ്, ഈ കേസ് NIAക്ക് വിട്ടു എന്നാരാണ് പറഞ്ഞത്? ഒരു കേസ് NIAക്ക് വിടണമെങ്കിൽ രാജ്യാന്തര പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന കുറ്റകൃത്യമായിരിക്കണം അത്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ തന്നെ എന്തു ചെയ്യണം? കൗണ്ടർ ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ, ആ ഡിവിഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് അയച്ച് സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യണം. അപ്പോൾ മാത്രമേ ഒരു കേസ് NIAക്ക് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ദുർഗ് മജിസ്ട്രേറ്റ് കോടതി പറയുന്നു ഈ കേസ് NIAക്ക് വിട്ടില്ല എന്ന്. അങ്ങനെ NIAക്ക് വിടാത്ത ഒരു കേസ് NIA എടുത്ത് കൈകാര്യം ചെയ്യുന്നു. NIA കോടതി അതിൽ വിധി പറയുന്നു. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ നിയമങ്ങൾക്ക് എന്തുപറ്റി? ഇവിടുത്തെ നിയമപരിപാലനത്തിന് എന്തുപറ്റി? അതിനൊന്നും പ്രസക്തിയില്ലാത്ത വിധം, അതൊക്കെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ മാറ്റിമറിക്കും വിധം ഇവിടെയുള്ള എല്ലാ നിയമപാലനങ്ങളും തകിടം മറിച്ചിരിക്കുന്നു എന്നത് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.